ശ്രീ എ കെ ആന്റണി ടെലിഫോൺ ലൈൻ ചേരുകയാണ്. ശ്രീ എ കെ ആന്റണി, എങ്ങനെയാണ് താങ്കൾ ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഈ ഘട്ടത്തിൽ അനുസ്മരിക്കുന്നത്? ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വേർപാടിൽ ആദ്യമേ തന്നെ എന്റെ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുകയാണ്. അദ്ദേഹത്തെ ഞാൻ വളരെ ബഹുമാനിച്ചിരുന്ന ഒരു മാർപ്പാപ്പയാണ്. അദ്ദേഹത്തിന്റെ ഓരോ പ്രവൃത്തിയും മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. മാനവീയതയുടെ വക്താവായിരുന്നു അദ്ദേഹം. കുറെ നാളെ അദ്ദേഹം പലവിധ രോഗപീഠകളാൽ ആശുപത്രിയിലായിരുന്നു. പുറത്തുവന്ന ശേഷം അവസാനത്തെ 2 ദിവസം അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നു. ക്രിസ്മസ് ദിവസം അദ്ദേഹം പോയത് റോമിലെ ജയിലിലേക്കാണ്. അദ്ദേഹം ക്രിസ്മസിൽ ദിവസം പങ്കെടുത്ത പൊതുപരിപാടി റോമിലെ ജയിൽ പുള്ളികൾക്കൊപ്പമാണ്. അതാണ് സന്ദേശം നൽകി. അദ്ദേഹത്തിന്റെ അവസാനത്തെ സന്ദേശം ഗാസയിലെ യുദ്ധത്തിന് ഫലമായി കഷ്ടപ്പെടുന്ന സ്ത്രീകളുടെയും കുട്ടികളുടെയും ദുഃഖത്തെക്കുറിച്ചും അവിടെ വിടനത്തിൽ വേണമെന്ന് ആഹ്വാനമാണ്. നേരത്തെ അദ്ദേഹം യുക്രൈൻ പറഞ്ഞു. യുദ്ധത്തിനെതിരായി യുദ്ധത്തിന്റെ ഇരകളായിട്ടുള്ള സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും വേണ്ടിയാണ് അദ്ദേഹം അവസാന കാലഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ളത്. അദ്ദേഹം മനുഷ്യസ്നേഹിയായ ഒരു മാർപ്പാപ്പ മാത്രമല്ല, ഒരു ഏറ്റവും യശസ്വിയായിട്ടുള്ള ഒരു ലോകത്തിനാകെ മാതൃകയായിട്ടുള്ള വ്യക്തിത്വമാണ്. ദരിദ്ര രാജ്യമായ അർജന്റീനയിൽ നിന്ന് വന്നും അദ്ദേഹം റോമിലെത്തിയതിനു ശേഷം റോമിലെ ആർഭാടങ്ങളിലോ കൊട്ടാരങ്ങളിലൊന്നും അദ്ദേഹം ഒരിക്കലും ആകർഷണമായിട്ടില്ല. സാധാരണ മാർപ്പാപ്പമാർ താമസിക്കുന്ന കൊട്ടാരങ്ങൾക്കും പ്രദേശമായി വീടുകളിൽ താമസിക്കാതെ മറ്റ് കർദിനാൾമാർക്കൊപ്പം സാധാരണ മുതലാണ് താമസിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഓരോ പ്രവൃത്തികളും സഭയിൽ നവീകരണം, സഭയിൽ സ്ത്രീകൾക്ക് കൂടുതൽ അവസരങ്ങൾ നൽകുക, സഭ പരിഷ്കരിക്കുക, അതുപോലെ തന്നെ ലോകത്തിലെ എല്ലാ മതങ്ങളുമായിട്ട് അദ്ദേഹം സൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കാൻ ശ്രമിക്കുക. ദരിദ്രർക്ക് വേണ്ടി, നിന്ദിതർക്ക് വേണ്ടി, പീഡിതർക്ക് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി നിരന്തരമായി ശ്രദ്ധിച്ചു. പക്ഷേ കഴിഞ്ഞ വർഷങ്ങളായി അദ്ദേഹത്തെ ഏറ്റവും അലട്ടിയിരുന്നത് ഗാസയിലെ കൂട്ടക്കുരുതി, ഗാസയിലെ യുദ്ധം, അതുപോലെ യുക്രൈൻ യുദ്ധം. ഇത് 2 അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം നിരന്തരമായി ആഹ്വാനം നടത്തിയിരുന്നു. ലോകത്തിലെ പല നേതാക്കന്മാർക്കും ഇഷ്ടമില്ലാഞ്ഞിട്ടും അദ്ദേഹം യുക്രൈൻ യുദ്ധത്തെക്കുറിച്ച് ശക്തമായി സംസാരിച്ചു. അതുപോലെ ഗാസയിലെ കൂട്ടക്കുരുതി അവസാനിപ്പിക്കണം, അവിടെ വിടുതനത്തിൽ വേണം. അവസാനത്തെ ആഹ്വാനമാണ് ഏറ്റവും ആകർഷിച്ചതാണ്. ഒരു മനുഷ്യസ്നേഹിയായിട്ടുള്ള നേതാവ്, ലാളിത്യത്തിന്റെ ഏറ്റവും വലിയ ആൾരൂപമായിട്ടുള്ള അദ്ദേഹത്തിന്റെ വേർപാട് തീർച്ചയായും ലോക ജനത ഒട്ടാകെ ദുഃഖിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനും എന്റെ അനുശോചനം രേഖപ്പെടുത്തുകയാണ്. ശരി, ശ്രീ എ കെ ആന്റണി.